നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുന്നു. എബ്രായലേഖനം 12-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 12. എബ്രായലേഖനം 12-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുവാൻ തുടങ്ങിയ ഭാഗമാണ്. 12-ാം അധ്യായത്തിന്റെ പ്രധാനമായിട്ട് 22 മുതലുള്ള വാക്യങ്ങൾ, 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തിയ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ദൈവത്തിന്റെ ദാസൻ എബ്രായലേഖന കർത്താവ് അവസാനമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 2 കാര്യങ്ങൾ. വേദപുസ്തകം നമ്മൾ എബ്രായലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കണ്ട ഒരു കുറിവാക്യമുണ്ട്, ബെറ്റർ ദാൻ. ഏതില് പഴയ നിയമത്തെക്കാൾ ഉന്നതമാണ് പുതിയ നിയമം എന്നുള്ളത്. അങ്ങനെ കർത്താവായ യേശു അതാണ് ഒരു താരമ്യ പഠനം നടത്തി മുൻപോട്ട് വന്ന് അവസാനത്തെ ഒരു താരമ്യ പഠനത്തിലേക്കാണ് നമ്മൾ കടന്നു വന്ന് നിൽക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചപ്പോൾ, ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത് പോലെ അവർ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചപ്പോൾ എന്തായിരുന്നു അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രധാനമായിട്ട് അവർ കടന്നു വന്നത് സീനായ് മലയിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സീനായ് മല എന്ന് പറയുന്നത് ഇശ്മായേലിനെ ചൂണ്ടിക്കാണിക്കുന്നു. അടിമത്വത്തിലായിരിക്കുന്ന ഇന്നത്തെ ഇസ്രയേലിനെ അത് വെളിപ്പെടുത്തുന്നു. അതാണ് ഗലാത്യ ലേഖനം പഠിപ്പിക്കുന്നത്. ആ വാക്യം അന്നില്ലാതിരുന്നവരെ പെട്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. ഗലാത്യ ലേഖനം എന്താണ് ഇന്ന് ആയിരിക്കുന്നത്? 4-ാം അധ്യായം അതിന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അതാണ് നമ്മുടെ പ്രാരംഭ ചിന്തയ്ക്ക് വേണ്ടിയുള്ള ഭാഗങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 21 to 31. ആ പ്രത്യേകമായ ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് 2 ഇസ്രയേലിനെ ചൂണ്ടിക്കാണിക്കുന്നു. അബ്രഹാമിന്റെ 2 മക്കളെ ചൂണ്ടിക്കാണിക്കുന്നു. 1 വാഗ്ദത്ത സന്തതി, 2 ജഡത്തിന്റെ സന്തതി. വാഗ്ദത്ത സന്തതി സ്വാതന്ത്ര്യം പ്രാപിച്ച സന്തതി ആയിരിക്കുമ്പോൾ ജഡത്തിന്റെ സന്തതി അടിമത്വത്തിലായിരിക്കുന്ന ജനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. പഴയ നിയമത്തിലേക്ക് നമ്മളത് കടന്നു വരുമ്പോൾ അത് ഇശ്മായേലിനെയും അവന്റെ സന്തതിയെയും ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ എന്നാൽ നമ്മൾ കാണുന്ന അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് അന്നത്തെ ഇസ്രായേൽ മക്കളെ ചൂണ്ടിക്കാണിക്കുക. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിൽ അവസ്ഥകൾ മാറ്റപ്പെട്ടു. വേഴ്സ് 25 and 26, 25, 26 വാക്യം ഒന്ന് വായിച്ചാട്ട്. നീതിയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെയാണ് നമ്മുടെ അമ്മ. യെസ്, താഴെ അതിന്റെ 28. നമ്മൾ വാഗ്ദത്ത സന്തതിയാണ്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇശ്മായേലിന്റെ സന്തതി, അടിമത്വത്തിന് കീഴിലായിരിക്കുന്ന സന്തതി എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രയേലിനോട് ചൂണ്ടിക്കാണിക്കുന്നു. പഴയ നിയമത്തിൽ 2 2. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നത്തെ ഇസ്രയേലാണ് അടിമത്വത്തിന് കീഴിലായിരിക്കുന്ന ഇശ്മായേലിന്റെ സന്തതിയായിട്ട്, ഹാഗാറിന്റെ സന്തതിയായിട്ട് വെളിപ്പെടുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളാണ് വാഗ്ദത്ത സന്തതിയായിട്ട് അബ്രഹാമിന്റെ മക്കളായിട്ട് വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. അപ്പോൾ ഈ 2 കൂട്ടരും 2 പ്രത്യേകമായിരിക്കുന്ന, 1 സ്വാതന്ത്ര്യത്തിലിരിക്കുമ്പോൾ മറ്റൊന്ന് അടിമത്വത്തിന് കീഴിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് അന്ന് ഇസ്രായേൽ മക്കൾ കടന്നു വന്ന സ്ഥാനം എങ്ങോട്ടാണ്. ദൈവത്തിന്റെ ദാസൻ പറയുന്നു അവരന്ന് കടന്നു ചെന്നത് സീനായ് മലയിലേക്കാണ്. സീനായ് മലയിലേക്ക് അവർ കടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നപ്പോൾ, ദൈവത്തെ അവർ എതിരേൽക്കുവാൻ കാരണമായി തീർന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രിപ്പറേഷൻ ആവശ്യമായിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് 3 കാര്യങ്ങളാണ്. സീനായ് മലയിലേക്ക് ദൈവം കടന്നു വന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചത് 3 കാര്യങ്ങൾ. 1, ദ പ്യുവർ മജസ്റ്റി ഓഫ് ഗാഡ്, പ്യുവർ മജസ്റ്റി ഓഫ് ഗാഡ്. ദൈവത്വത്തെയാണ് അവിടെ നമ്മൾ കാണുന്നത്, മഹത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. നമ്മൾ പ്രധാനമായിട്ട് എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 3 എടുക്കേണ്ട കാര്യമില്ല. 1 നമ്മൾ കണ്ടത്, 1 നമ്മൾ മനസ്സിലാക്കിയത് ദ പ്യുവർ മജസ്റ്റി ഓഫ് ഗാഡ്. 2ാമത് നമ്മൾ കാണുന്നത് ദി അബ്സല്യൂട്ട് അൺഅപ്രോച്ചബിലിറ്റി, ഒരിക്കൽ പോലും അടുത്ത് ചെല്ലുവാൻ സാധിക്കാത്ത അവസ്ഥ. ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല.
പഴയ നിയമത്തിൽ അതിന് പ്രധാനമായിട്ട് കാരണം നമ്മൾ പറഞ്ഞത് 3 ദിവസം അവർ ഉപവസിച്ച് അഥവാ അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തെ എതിരേൽക്കുവാൻ തക്കവണ്ണം പ്രിപ്പയർഡ് ആയിട്ട് കടന്നു എന്നുവെങ്കിലും ദൈവം ഇപ്രകാരം മോശ മുഖാന്തരത്തോട് ഇപ്രകാരം പറഞ്ഞു, പർവ്വതത്തിന്റെ അടിവാരമെങ്കിലും ഏതെങ്കിലും മൃഗമെങ്കിലും തൊട്ടാൽ അവരെ കൊന്നുകളയണമെന്നുള്ള കൽപ്പനയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുവാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെടുത്ത പ്രിപ്പറേഷനോ അബ്രഹാമിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നതായിരിക്കുന്ന പദവിക്കോ അവർക്ക് ചെയ്തു കൊടുക്കുവാൻ സാധ്യമായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു വന്ന വേർഡ് അബ്രഹാമിന്റെ മക്കൾ എന്നുള്ള പദവിക്കോ കഴിഞ്ഞ ചില ദിവസങ്ങൾ തങ്ങളെ തന്നെ ദൈവത്തെ എതിരേൽപ്പാൻ തക്കോണം വിശുദ്ധീകരിക്കപ്പെട്ട ആ വിശുദ്ധീകരണത്തിനോ ദൈവത്തിന്റെ അടുക്കിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് സാധ്യമായില്ല എന്ന് നമ്മൾ കാണുന്നു. പ്രധാനമായിട്ട് മൂന്നാമത് കണ്ടത് ദ ഫിയർ ഓഫ് ഗാഡ്, ദൈവത്തെ കുറിച്ചുള്ള ഭയം. അതാണ് എല്ലാവരുടെയും ഉള്ളിൽ കടന്നു വരുവാനായിട്ട് കാരണമായി തീരുന്നത്. ഇത് ദൈവത്തിന്റെ തിരുവചനം അത് പഠിപ്പിക്കുമ്പോൾ, എന്നാൽ ഇന്ന് പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ എവിടെ കടന്നു വരുന്നു? പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയില്ലായിരുന്ന ഒരു പെട്ടെന്ന് നോട്ട് ചെയ്താട്ടോ, നമ്മൾ കടന്നു വന്നിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ നമ്മൾ ഇപ്പോൾ വായിച്ചതായിരിക്കുന്ന വാക്യങ്ങൾ 22 മുതലുള്ള വാക്യങ്ങൾ നോട്ട് ചെയ്താട്ട്, പെട്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്താട്ട്. ഒന്ന്, നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് നോട്ട് ചെയ്താട്ട്, ബിലീവേഴ്സ് പൊസിഷൻ അണ്ടർ ദി ന്യൂ ടെസ്റ്റമെന്റ്. പുതിയ നിയമകാലത്തിലെ ഒരു വിശ്വാസിയുടെ സ്ഥാനം പ്രധാനമായിട്ട് ഒന്ന് നമ്മൾ കണ്ടത് മൗണ്ട് സിയോൺ മലയിലേക്ക്. പഴയ നിയമ ഇസ്രയേൽ സീനായ് മലയിലേക്ക് കടന്നുപോയപ്പോൾ പുതിയ നിയമ ഇസ്രയേൽ കടന്നു പോകുന്നത് സിയോൻ മലയിലേക്കാണോ? ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. 2, ദ ന്യൂ ജെറുസലേം, ദ സിറ്റി ഓഫ് ദ ലിവിംഗ് ഗാഡ്, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ പുതിയ യെരുസലേം. 3, അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിന്, ഇനിമറബിൾ കമ്പനി ഓഫ് ദി ഏഞ്ചൽസ്, ഒരു വലിയ കൂട്ടം ദൂതന്മാരുടെ സംഘം. 4, ആദ്യജാതന്മാരുടെ സഭ. ആദ്യജാതന്മാരുടെ സഭ. 5, ന്യായാധിപതിയായിരിക്കും ദൈവം, ഗോഡ് ദ ജഡ്ജ്. 6, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. To the spirit of just men made perfect. To the spirit of the just men made perfect. 7, Jesus Christ, the new covenant mediator, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശു. അവസാനമായിട്ട് 8, the blood of sprinkling that speaks better than that of Abel. ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഇവയ്ക്ക് അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഈ സ്ഥാനം എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടു. ആ വേർഡ് തുടങ്ങുന്ന ഇപ്രകാരമാണ്, പിന്നെയോ എന്നുള്ള വേർഡിൽ കൂടെയാണ് തുടങ്ങുന്നത്. പിന്നെയോ എന്ന് പറഞ്ഞിട്ട് അവിടെ തുടക്കപ്പെടുന്ന വേർഡ് ആദ്യം തുടങ്ങിയത് സിയോൻ മലയിൽ, സിയോൻ പർവ്വതത്തിൽ. നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ ഇന്ന് ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിൽ അല്ല. നമ്മൾ ഇന്ന് ലിറ്ററലി ദുബായില് ഈ ട്രിനിറ്റി ചർച്ചിന്റെ ഒരു ഹോളിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും സിയോൻ പർവ്വതമായി മാറ്റപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ദാസൻ പറയുന്നു, പുതിയ നിയമ വ്യവസ്ഥയിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ദൈവമക്കൾ ദൈവത്തെ എതിരേൽക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്നുവോ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുന്നുവോ, അവര് കടന്നു വരുന്നത് സിയോൻ പർവ്വതത്തിലേക്കാണ്. നെക്സ്റ്റ് പറയുന്നു, അവിടെ പറയപ്പെടുന്നത് പുതിയ യെരൂശലേമിലേക്കാണ്. ഇതിൽ കൂടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളൊന്നും ഈ ഭൂമിയിലെ സ്ഥലങ്ങളല്ല, പകരം സ്വർഗത്തിലെ സ്ഥലങ്ങളെന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു മധ്യസ്ഥനായിട്ട് നിരിക്കുന്ന എവിടെയെന്ന് ചിന്തിച്ചാൽ
സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്താണ് കർത്താവായ യേശു മധ്യസ്ഥനായിട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം ചെന്നിരിക്കുന്ന സ്ഥലം യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥ വഹിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഒരു ഭൂമിയിലല്ല, പിന്നെയോ ഞാനും നിങ്ങളും സ്വർഗത്തിലാണ് ആയിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരും. നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കടന്നു വരുന്നുവെങ്കിലും, ദൈവത്തെ നാം ഒരുമിച്ച് ആരാധിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവെങ്കിലും, ദൈവത്തെ നാം വാസ്തവമായിട്ട് എതിരേൽക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഒരു ഭൂമിയിലല്ല, ഒരു പർട്ടിക്കുലർ പ്ലേസിലല്ല, പിന്നെയോ ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ നാം സ്വർഗത്തിലാണ് കടന്നു ചെല്ലുവാനായിട്ടിടയായിത്തീരുന്നത്. ആദ്യജാതന്മാരുടെ സഭ സ്വർഗത്തില്, അനേക കോടി ദൂതന്മാര് സ്വർഗത്തില്, അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന സകല കാര്യങ്ങളും സ്വർഗത്തിലെ അനുഭവങ്ങളാകുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ പൊസിഷൻ ആയിരിക്കുന്നത്, ഞാനും നിങ്ങളും ആയിരിക്കുന്നത് സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇന്ന് സ്വർഗത്തിലാണോ ആയിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാനും നിങ്ങളും സ്വർഗത്തിലല്ല എങ്കിലും പിന്നീട് എന്തുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം പറയുവാനായിട്ടിടയായിത്തീർന്നു? നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില പ്രത്യേകമാർഗ വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് നമ്പർ 20. മത്തായി 18:20. പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കളായിരുന്നാൾ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ കർത്താവ് എവിടെ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ 2 അതിൽ കൂടുതലോ ആൾക്കാര് കർത്താവിന്റെ നാമത്തിൽ എവിടെ കടന്നു വരുന്നുവോ അവിടെ കർത്താവുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്ന ഈ സ്ഥലത്തില് ആരുണ്ട് എന്ന് വെളിപ്പെടുന്നു? കർത്താവുണ്ട്. എബ്രായലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അത് പ്രകാരം പഠിക്കുകയുണ്ടായി. വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്രകാരം പറയുകയാണ്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്ന് വിശ്വസിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ച് ഞാൻ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഞാൻ കടന്നു വന്നിരിക്കുന്ന സ്ഥാനത്ത് ദൈവമുണ്ട് എന്നുള്ളതാണ് ആ ഭാഗം വെളിപ്പെടുത്തുന്നത്. ഞാൻ എവിടെ കടന്നു വന്നിരിക്കുന്നു, ഞാൻ ഏത് സ്ഥാനത്തായിരിക്കുന്നുവോ, എവിടെ ഞാൻ ആയിരിക്കുന്നുവോ ദൈവത്തെ ഞാൻ ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് ബന്ധപ്പെടുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ആ സ്ഥാനത്തിന് ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ ആ വേർഡിൽ കൂടെ കാണുകയാണ്. ആ സ്ഥലത്ത് ദൈവമുണ്ട് എങ്കിൽ എന്തായിരിക്കണം അവസ്ഥ? കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ അനുഗമിച്ചുമാർക്കുന്ന ഒരു കൂട്ടം പരീശന്മാരുടെ ജീവിതത്തിലെ വലിയ സംശയമായിരുന്നു ദൈവരാജ്യം എന്നുള്ളത്. കാരണം അവരെ ചിന്തിച്ചു വെച്ചിരുന്നത് കർത്താവായ യേശുക്രിസ്തു മശിഹയാണ്. മശിഹ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനാണ്. മശിഹ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സന്തതിയാണ്. മശിഹ എന്ന് പറഞ്ഞാൽ രാജാവുമാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നതാണ് യേശുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഈ യേശുവിന്റെ പിന്നാലെ നടന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചത്. ദൈവരാജ്യം എവിടെയാ, എപ്പോഴാണ്? വായിച്ചോട്ടെ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവരാജ്യം എപ്പോൾ വരുന്നു? അവരുടെ മുൻപിലെ വലിയ വിഷയം അതായിരുന്നു. ദൈവരാജ്യമാണ് അവർ കാണുവാനായിട്ട് ആഗ്രഹിച്ചത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്ന മറുപടി ഇപ്രകാരമാണ്, നിങ്ങൾ കാണത്തക്കവണ്ണമല്ല ദൈവരാജ്യം വരുന്നത്, പിന്നെയോ. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവരുടെ നടുവ് ഞാൻ ഉണ്ട് എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ വാസ്തവത്തിൽ ദൈവം മീൻ ചെയ്ത് തന്നെ കർത്താവ് എവിടെ ഉണ്ട് അവിടെ ദൈവരാജ്യമാണെന്നുള്ളതാണ്. അത് ദൈവരാജ്യത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ലിറ്ററലി നമ്മൾ കാണപ്പെടുന്ന ഒരു രാജ്യമല്ല. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 2 രാജ്യങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒന്ന് കിങ്ഡം ഓഫ് ഹെവൻ, ഒന്ന് സ്വർഗരാജ്യം. 2 കിങ്ഡം ഓഫ് ഗാഡ്. 2 രാജ്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മത്തായിയുടെ സുവിശേഷം പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമ്മളെ കാണുന്നത് സ്വർഗരാജ്യം എന്നുള്ളതാണ്.
സ്വർഗരാജ്യം എന്ന് പറയപ്പെടുന്നത് ഈ ഭൂമിയിൽ കടന്നു വരുവാൻ പോകുന്ന ഒരു ലിറ്ററൽ കിങ്ഡം ആണോ സ്വർഗരാജ്യം എന്ന് പറയുന്നത്? എ ലിറ്ററൽ കിങ്ഡം. ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന ഒരു ലിറ്ററൽ കിങ്ഡം ആണോ സ്വർഗരാജ്യം? അത് സ്വർഗത്തിന്റെ അനുഭവമായിരിക്കും അന്ന് ഈ ഭൂമിയിലാകുന്നത്. ആ പ്രത്യേകമായിരിക്കുന്ന സമയമെന്ന് പറയുന്നതാണ് 1000 ആണ്ട് വാഴ്ചക്കാലം, മില്ലിനിയൽ റെയിൻ. 1000 ആണ്ട് വാഴ്ചക്കാലം. 1000 ആണ്ട് വാഴ്ചക്കാലം എപ്പോൾ തുടങ്ങുന്നുവെന്ന് നിങ്ങൾക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വന്ന സഭയെ എടുത്തതിനു ശേഷം 7 കൊല്ലക്കാലം എതിർക്രിസ്തു ഈ ലോകത്തിൽ ഭരിച്ച് ആ ഭരണത്തിന്റെ അവസാനത്തിൽ കർത്താവായ യേശുവും തന്റെ വിശുദ്ധന്മാരും ഒരുമിച്ച് ഒലുമലയിൽ വന്ന കാലുകൾ ചവിട്ടുമ്പോൾ അന്ന് മുതലാണ് സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിന്റെ പ്രാധാന്യത നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ ലിറ്ററൽ കിങ് ഉണ്ട്. ആ കിങ് ആണ് കർത്താവായ യേശു. അന്ന് യേശു യെരുശലേമിൽ നിന്നുകൊണ്ട് ഭരിക്കുവാൻ പോകുകയാണ്. യെശയ്യാവ് 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിക്കുവാൻ പോകുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ രാജാവ് എന്ന് പറയുന്നത് കർത്താവായ യേശുവുമായിരിക്കും. അത് ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന രാജ്യമാണ്. ആ സമയം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചക്കാലമായി മില്ലിനിയൽ റെയിനിലായിരിക്കും. 2, ദൈവരാജ്യം എന്ന് പറയുന്നു. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ കിങ്ഡം. ഇറ്റ്സ് എ സ്പിരിച്വൽ കിങ്ഡം. അതൊരു ആത്മീയ രാജ്യമാണ്. അതൊരു ലിറ്ററൽ കിങ്ഡം അല്ല. ലിറ്ററൽ കിങ്ഡം ആണെങ്കിലും അത് മോർ ദാൻ ദാറ്റ്, അത് സ്പിരിച്വൽ കിങ്ഡമാണ്. അത് കാണപ്പെടുന്നത് പോലെ അല്ല കടന്നു വരുന്നത്. പിന്നെയോ അതിന്റെ അനുഭവങ്ങളാണോ നമ്മൾ വി എക്സ്പീരിയൻസ് ദി എക്സ്പീരിയൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിന്റെ അനുഭവം നമ്മൾ അനുഭവിക്കും. അത് കാണുന്നത് പോലെ അല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ദ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ലിറ്ററലി വി ആർ ഗോയിങ് ടു സീ. നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുവാൻ പോകുന്ന ഒരു രാജ്യമാണ് സ്വർഗരാജ്യം. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ പറ്റുന്നതല്ല, പകരം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കുന്നതാണോ ദൈവരാജ്യം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഒരു ലിറ്ററൽ കിങ്ഡം ആയിരിക്കുമ്പോൾ മറ്റേത് ഒരു സ്പിരിച്വൽ കിങ്ഡം ആയിരിക്കും. സ്പിരിച്വൽ കിങ്ഡം. അതിന്റെ രണ്ടാമത്തെ വ്യത്യാസം, ഒന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹെവനിലെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൺ ദി എർത്ത്. ഭൂമിയിലാണ് ആ രാജ്യം. ഇറ്റ് ഈസ് ഓൺ ദി എർത്ത്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈ ഹോൾ യൂണിവേഴ്സിൽ അടക്കപ്പെട്ടതാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദ കിങ്ഡം ഓഫ് ഹെവൻ. അത് സ്വർഗത്തിലും ഭൂമിയിലും എല്ലായിടത്തുമുണ്ട്. അതാണ് കർത്താവായ യേശു പറഞ്ഞത്, ദൈവരാജ്യം അവിടെയും ഇവിടെയും അല്ല, നിങ്ങളുടെ ഇടയിൽ ആയിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം എവിടെ ആയിരിക്കുന്നു? നമ്മുടെ നടുവിലായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എവിടെ? ഓൺ ദി എർത്ത്. അതേ സമയത്ത് ദൈവം ഇന്ന് എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. അവിടെ എന്തായിരിക്കുന്നു? ദൈവരാജ്യമായിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, wherever God is, there is the kingdom of God. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം എവിടെ ഉണ്ട് അതാണ്, അവിടമാണോ ദൈവരാജ്യം. ദൈവം എവിടെയുണ്ട്? സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവനായതുകൊണ്ട് ദൈവരാജ്യം എല്ലായിടത്തുമുണ്ട്. ദൈവരാജ്യത്തെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമുക്ക് ഒതുക്കാനായി പറ്റത്തില്ല. ദൈവരാജ്യം എല്ലായിടത്തുമുണ്ട്. എന്നാൽ എന്താണ് ഞാൻ പറയുണ്ടായി, രണ്ട്, അതിന്റെ രാജാവിന് മാറ്റമുണ്ട്. ഒന്ന്, സ്വർഗരാജ്യത്തിന്റെ രാജാവ് യേശു ആയിരിക്കുമ്പോൾ Jesus Christ is the king of the kingdom of God, kingdom of heaven. സ്വർഗരാജ്യത്തിന്റെ രാജാവ് കർത്താവായ യേശു. സ്വർഗരാജ്യത്തിന്റെ രാജാവ് കർത്താവായ യേശു. അതാണ് കർത്താവിനോട് തന്റെ ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ രാജ്യം എപ്പോഴാ വരുന്നത്? കർത്താവിനോട് ചോദിച്ച ചോദ്യത്തില് ഈ പീലാത്തോസ് ചോദിച്ചപ്പോൾ ഒരു കാര്യം കർത്താവായ യേശു പറഞ്ഞു, ഞാൻ വാസ്തവത്തിൽ ആര് തന്നെയാണ്? രാജാവ് തന്നെയാണ്. പക്ഷെ ആ രാജഭരണം നടക്കേണ്ടത് ഈ ഭൂമിയിലാണ്.
അപ്പോൾ അത് ഈ 1000 ആണ്ട് വാഴ്ചയിൽ സ്വർഗരാജ്യം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അന്ന് അതിന്റെ ഭരണാധിപൻ യേശുക്രിസ്തുവായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ കിങ് എന്ന് പറയുന്നത് ഗാഡ്, ദൈവമാണ്. ഗാഡ് ഈസ് ദ കിങ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിന്റെ രാജാവ് ദൈവമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ദൈവമല്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. തൃത്വം നമ്മൾ പഠിച്ചപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. 3 പേഴ്സണാലിറ്റീസ് ഉണ്ട്, അതിന് പർപ്പസ് ഉണ്ട്. ആ പർപ്പസുകളാണോ നമ്മൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? അപ്പോൾ ഇവിടെ കർത്താവായ യേശു ഈ സ്വർഗരാജ്യത്തിന്റെ രാജാവായിരിക്കുമ്പോൾ പിതാവാം ദൈവം അഥവാ ദൈവമാണോ ദൈവരാജ്യത്തിന്റെ രാജാവായിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു വന്ന വേർഡ് നിൽക്കട്ടെ. ഈ ഭൂമിയിലെ ഒരു കിങ്ഡം ആകുമ്പോൾ മറ്റേത് ഒരു ആത്മീയ കിങ്ഡമാണ്. എന്ത് പറയുന്നു? വായിച്ചോട്ടെ, റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 17. റോമർ 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ശ്രദ്ധിക്കണം, ആ വേർഡ് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ കിങ്ഡം. ഒരു കണ്ണുകൊണ്ട് കാണുവാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ദൈവരാജ്യം. പിന്നീട് എന്ത് ചെയ്യുവാൻ സാധിക്കും? ആ രാജ്യത്തിന്റെ അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. വി കനോട്ട് സീ ദ ലിറ്ററൽ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തെ നമ്മൾ കാണുന്നില്ല. ദൈവരാജ്യം നമ്മുടെ നടുവിലുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, പിന്നെയോ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫിസിക്കലായിട്ട് വെളിപ്പെടുന്ന ഒന്നല്ല ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്. പിന്നെയോ വി ക്യാൻ എക്സ്പീരിയൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണുവാൻ സാധ്യമല്ല. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ പഠിപ്പിക്കുന്ന രാജ്യത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഇവിടെ പഠിപ്പിക്കുന്ന രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫിസിക്കൽ കിങ്ഡം അല്ല, ഇറ്റ്സ് എ സ്പിരിച്വൽ കിങ്ഡം. ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത് ഒരു സ്വർഗരാജ്യത്തിലേക്കല്ല. നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്, നിങ്ങളും ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പിരിച്വൽ കിങ്ഡത്തിലേക്കാണോ ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത്? അപ്പോൾ ആ കിങ്ഡം എവിടെ ഉണ്ട്? ഞാനും നിങ്ങളുമായി ഉള്ള സ്ഥലത്ത് അവിടെയാണോ ദൈവരാജ്യമുള്ളത്? ദൈവം എവിടെയുണ്ട് അവിടെ ദൈവരാജ്യമുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ ഉണ്ട് അവിടെയാണോ അനേകായിരം ദൂതന്മാരുള്ളതെങ്കിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇതിനകത്തെല്ലാമെന്നല്ല, 1-2 കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ വിഷയം ദൈവദാസൻ പറയുന്നത് അതല്ല. ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു രാജ്യമല്ല ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്? ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത് നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളെടുത്ത് കാല് ചവിട്ടിയിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ചപ്പോൾ, അത് പള്ളിയിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എവിടെ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ എടുത്തങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ കടന്നു വന്നത് സിയോൻ മലയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. സിയോൻ മലയിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ദാസൻ എന്താണ് അവിടെ പറഞ്ഞത്? ഇവിടെ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമ ഭക്തന്മാരുടെ വിഷയങ്ങൾ നമ്മളെ പുതിയ നിയമത്തിൽ പഠിപ്പിച്ചത് ഒന്ന് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. എബ്രായ ലേഖനം 10-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 19 to 22, 10-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച പുതുവഴിയായി നാം ദുർമനസാക്ഷി നീങ്ങുമാക. എങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ? നമ്മൾ അങ്ങോട്ട് അടുത്ത് ചെല്ലാനാ പറഞ്ഞേ. എവിടാ ഈ സ്ഥലം? ഈ സ്ഥലം എന്ന് പറയുന്നത് ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ സൃഷ്ടിച്ച ഒരു പുതിയ വഴി.
അതാണ് നമ്മൾ പ്രാപിച്ച രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത്. ഈ പുതുവഴിയിൽ കൂടെ നമ്മൾ കടന്നു ചെല്ലുന്നത് എങ്ങോട്ടാ കടന്നു ചെല്ലുന്നത്? ദൈവ സാന്നിധ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കടന്നു ചെല്ലുന്നത്. ഇതാണ് അബ്രഹാം മുൻപിൽ നോക്കിയത്. വായിച്ചോട്ട് അതിന്റെ 11-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 13-15. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന്, ശ്രദ്ധിക്കണം ഈ വേർഡ്, ഇവരെന്ത് ചെയ്തെന്നാണ് ഇവിടെ പറഞ്ഞത്? അവർ ദൂരത്ത് നിന്ന് വാഗ്ദത്ത നിവർത്തി ഇവർ പ്രാപിച്ചില്ല. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവർ വളരെ ദൂരത്ത് നിന്ന് എന്ത് കണ്ടു? അത് കണ്ടു. ഏതാ കണ്ടത്? കണ്ടതെന്ന് നോക്കിയേ, താഴോട്ടൊന്ന് വായിച്ചു നോക്കിയേ. അതിലെ 10-ാമത്തെ വാക്യം, 10-11 വാക്യം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും, ശ്രദ്ധിക്കണം നിങ്ങൾ വേർഡ്, അവർ ദൂരെ നിന്ന് കണ്ടു. അവർ ദൂരെ നിന്ന് കണ്ടത് എന്താ? അവർ കണ്ടത് വെറും ഒരു ഭൗതികമായിരിക്കുന്ന ഒരു രാജ്യത്തെ അല്ല അവർ കണ്ടത്. പിന്നെയോ ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനുമായി കാത്തിരുന്നു. അപ്പോൾ ഇവർ മുൻപിൽ നോക്കി കണ്ടത്, ഇവര് കണ്ടില്ലെന്നല്ല, ഇവര് കണ്ടു. പക്ഷെങ്കിൽ ഇവര് കണ്ടത് അവരുടെ ഭൗതിക കണ്ണുകൊണ്ടല്ല ഇവര് കണ്ടത്. പിന്നെ എങ്ങനെയാ കാണുന്നേ? അവരുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടു. നിങ്ങൾക്കറിയാം, 11-ാം അധ്യായം പൂർണ്ണമായി പഠിപ്പിക്കുന്നത് ഫെയ്ത്ത്, വിശ്വാസത്തെ കുറിച്ചായിരിക്കുമ്പോൾ ഈ ഭൂമിയിലായിരുന്ന അബ്രഹാം, ഈ ഭൂമിയിൽ അബ്രഹാം ആയിരുന്നപ്പോൾ അബ്രഹാം മുൻപിലേക്ക് നോക്കിയത് എങ്ങോട്ടാ നോക്കിയത്? ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം. അതേതാ? അത് വാസ്തവത്തിൽ എവിടെയാണുള്ളത്? സ്വർഗത്തിൽ. ആ സ്വർഗത്തിലെ രാജ്യത്തെയാണ് അബ്രഹാം നോക്കിയത്. അബ്രഹാം നോക്കി കാണുവാൻ ഇടയായിത്തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം പറയുന്നു അവർ ദൂരത്ത് നിന്ന് അത് നോക്കി, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ അഭിവന്ദിച്ചു. എംബ്രേസ്ഡ്. അവരതിനെ അഭിവന്ദിക്കുന്നു, അഥവാ അവരുടെ മാർവോട് ഒന്നടിപ്പിക്കുന്നു, അവരുടെ ജീവിതത്തോട് ഒന്നടിപ്പിക്കുന്നു. ഇവിടെയാണ് ഈ വിഷയത്തിലെ ക്ലൂ കിടക്കുന്നത്. പഴയ നിയമ വിശുദ്ധന്മാര് അഥവാ അബ്രഹാമിനെ പോലുള്ളവര് വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതിരുന്നിട്ടും അവർ വിശ്വാസ കണ്ടുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നഗരത്തെ നോക്കി അത് കണ്ടിട്ട് ആ നഗരത്തെ കണ്ടുകൊണ്ടാണ് അവർ ആരാധിച്ചത്, അവർ ദൈവത്തിന് നന്ദി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർ അന്ന് കണ്ടത് ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് തങ്ങൾ എവിടെ കടന്നു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നുവോ, എവിടെയാണ് അവർ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരം ഏതെന്ന് മനസ്സിലാക്കുന്നുവോ, ആ നഗരത്തെ അവർ മുൻപിൽ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തെ നന്ദി കരയറ്റിയെന്ന്. നമ്മളും അതേ രീതിയിൽ വായിച്ചിട്ട് എബ്രായലേഖനം 13-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 14. വരുവാനുള്ളത് അത്രേ നമ്മൾ എന്ത് ചെയ്യുക? അന്വേഷിക്കുക. ഞങ്ങളത് കാണുവാൻ ആഗ്രഹിക്കുക. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, പഴയ നിയമത്തിൽ ന്യായപ്രമാണം ഈ ജനത്തെ കൊണ്ട് സീനായ് മലയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ പുതിയ നിയമത്തിൽ വിശ്വാസം ഇന്ന് ദൈവമക്കളെ കൊണ്ട് സിയോൻ മലയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന വേർഡ് ഇതാണ്. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായിട്ട് അബ്രഹാം കാത്തിരുന്നു. എന്നാൽ എന്താ അബ്രഹാം ചെയ്തത്? വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ അബ്രഹാം എന്ത് ചെയ്തു? ദൂരത്ത് നിന്ന് അത് കണ്ടു. എന്താ കണ്ടത്? ദൈവം ശില്പിയായി നിർമ്മിച്ചത്. എന്തുവാ ദൈവം ശില്പിയായി നിർമ്മിച്ചത്? അതെന്തുവാ? മനുഷ്യന്റെ കൈപ്പണി കൊണ്ടല്ലാത്തതാണ് ഏത്? ദൈവരാജ്യം. അപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരം, ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു പട്ടണം, ആ പട്ടണത്തെയാണ് അബ്രഹാം ദൂരെ നിന്ന് കണ്ടത്. എങ്ങനെ അബ്രഹാം കണ്ടത്? തന്റെ ഭൗതിക കണ്ണുകൊണ്ട് അബ്രഹാമിന് ഇത് കാണുവാൻ സാധ്യമല്ല. കാരണം ഈ പട്ടണം എന്ന് പറയുന്നത് ഒരു ലിറ്ററൽ കിങ്ഡം ആണെങ്കിലും അത് ഏത് തന്നെയാ? ഒരു സ്പിരിച്വൽ കിങ്ഡമാണ്. ഇന്ന് നമ്മുടെ ഭൗതികമായിരിക്കുന്ന കണ്ണുകൊണ്ട് ആ സ്പിരിച്വൽ കിങ്ഡം നമുക്ക് കാണുവാൻ സാധ്യമല്ല. ആ കിങ്ഡം നമ്മൾ കാണണമെങ്കിൽ ആത്മീയ
കണ്ണുകൊണ്ട് മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. ആത്മീയ കണ്ണ് എന്ന് ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതിനാണ് ഞാൻ വേർഡ് യൂസ് ചെയ്തത്. ആത്മീയ കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണണമെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കണം? വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസം ഇല്ലാതെ ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ, ദൈവമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞിട്ടല്ല ഞാൻ വിശ്വസിക്കുന്നത്. പ്രവൃത്തി കാണുന്നതിന് മുൻപ് ഒരു ദൈവ പൈതലായി ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാണ്, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഉണ്ട് എന്നുള്ളത് ഒരു വാഗ്ദത്തമായതുകൊണ്ട് അവൻ എവിടെ ഉണ്ട്? അവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മുടെ നടുവിലുണ്ട്. അത് ബൈ ഫെയ്ത്ത് ഞാൻ അങ്ങ് ഏറ്റെടുക്കുക. ഞാൻ യാതൊന്നും ഞാൻ കാണുന്നില്ല, കാറ്റില്ല, മഴയില്ല. ദൈവം തന്റെ ദാസനോട് പറഞ്ഞു, നീ കുഴികൾ കുഴിക്ക്, നിനക്ക് കുടിക്കാൻ വെള്ളം അവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു സംശയം കൂടാതെ വെറും നിലത്ത് കുഴിച്ചുകൊണ്ട് അവിടെ വെള്ളം നിറയപ്പെടുവാൻ ഇടിയായിത്തീർന്നത് പോലെയാണ് ദൈവത്തിന്റെ മക്കൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് മൈ ഗാഡ് ഈസ് ദേർ. അത് അന്ധമായിരിക്കുന്ന വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഏതാണ്ട് ഒരു ശുദ്ധമായിരിക്കുന്ന പോഷ്കല്ല. പിന്നെയോ ഞാൻ വിശ്വസിക്കുന്നത് ദൈവവചനത്തിന്റെ ബേസിലാണ്. ദൈവവചനമാണ് എന്റെ അടിസ്ഥാനം. ദൈവവചനമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞത്, 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ നടുവിൽ ഉണ്ട് എന്ന് അവൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഒരൊറ്റ വാക്ക് പോലും മാറിപ്പോകത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ഹോളിൽ കാലെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു കാര്യം യാഥാർത്ഥ്യമായി ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? എന്റെ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കാണുവാൻ സാധിക്കും. വിശ്വസിക്കാത്തവർ ഇരുന്ന പോലെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം എന്ത് പഠിപ്പിച്ചുവോ അത് കണ്ണുമടച്ചങ്ങ് സ്വീകരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവരെന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ഈ പഴയ നമ്മ ഭക്തന്മാർ എന്ത് ചെയ്തു? അവര് ചെയ്തത് വിശ്വാസ കണ്ടുകൊണ്ട് അവർ ദൂരേക്ക് നോക്കി. എന്താ നോക്കിയത്? ദൈവരാജ്യത്തെ നോക്കി. അവർക്ക് ഈ ലിറ്റിൽ കിങ്ഡം ആയിരുന്നില്ല അവരുടെ മുൻപില്. അവർക്ക് മുൻപിലുള്ള ഒറ്റ വിഷയമേ ഉള്ളൂ, ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ഒരു നഗരമുണ്ട്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, അവിടെയാണ് ഞങ്ങൾ പാർക്കുവാൻ പോകുന്നത്, അവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വസിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ആവശ്യമായിരിക്കുന്നത് ആ സ്ഥലമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെന്ത് ചെയ്തു? ബൈ ഫെയ്ത്ത് അവരത് മുമ്പിൽ കണ്ടു. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ ഒന്ന് വേർഡ്. പുതിയ നിയമ വിശ്വാസ കണ്ട് ദൈവരാജ്യത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, പഴയ നിയമ വിശ്വാസി അവരുടെ ഭൗതിക കണ്ടുകൊണ്ട് സീനായ് മലയിൽ വന്ന ദൈവത്തെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് മാറി നിന്നോ ദൈവത്തെ ആരാധിക്കുന്നു. ഇതാ രണ്ടും സംഭവിക്കുന്നത്. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഭയമില്ല. കാരണം മറ്റൊന്നും, അതിന് പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചത്? ഇന്ന് വിശ്വാസ ദൈവത്തെ ആരാധിക്കുന്നത് അവർ വിശ്വാസ കണ്ടവർ ആരാധിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം ഇതാണ്. ഇന്ന് വിശുദ്ധന്മാര് ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാനും നിങ്ങളുടെ മുൻപിൽ കാണുന്നത് ഒരു ഭൗതികമായിരിക്കുന്ന ഹോളി ട്രിനിറ്റി ചർച്ചിന്റെ ഒരു ഹോളിന്റെ അപ്സ്റ്റേഴ്സ് അല്ല. ഞാൻ നിങ്ങളുടെ കണ്ടുകൊണ്ട് കാണുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയം കണ്ടുകൊണ്ട് കാണുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധാനത്തിലേക്കാണ് ഞാൻ നിങ്ങൾ ചെന്നിരിക്കുന്നു എന്നുള്ളതാ. ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. പലപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായിരിക്കുന്ന വ്യാപാരം കടന്നു വന്ന് ആ വ്യാപാരത്തിന്റെ എൻഡ് ടൈമിലാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ ഈ ഭൂമിയിലൊന്നും ആയിരുന്നില്ലെന്നുള്ളത്. ഇതാദ്യമേ മനസ്സിലാക്കേണ്ട സ്ഥലമാണ്. ഞാൻ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ആയിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള ഒരു സ്ഥലത്തിലേക്കല്ല, പിന്നെയോ ഞാൻ വന്നിരിക്കുന്നത് സ്വർഗീയ യെരൂശലേമിലേക്കാ, സിയോൻ മലയിലേക്കാ.
നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒന്നൊന്നായിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എവിടേക്കാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ, വിശ്വാസത്താൽ ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് എങ്ങോട്ടാ? സ്വർഗത്തിലേക്കാ. അത് മുൻപിൽ കാണുക. ഭക്തന്മാര് മുൻപിൽ കണ്ടതുപോലെ ഞാനും അത് കാണുക. എന്റെ ആത്മീയ കണ്ണുകൊണ്ട് കണ്ട്, എന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുക. എങ്ങോട്ടാ വന്നിരിക്കുന്നത്? സിയോൻ മല. എന്താണ് മൗണ്ട് സിയോന്റെ പ്രത്യേകത? 87-ാം സങ്കീർത്തനം, സാം നമ്പർ 87 വേഴ്സ് 2 and 3. 87-ാം സങ്കീർത്തനം 2-3 വാക്യം. ഒന്നാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ, യഹോവ വിശുദ്ധ പർവ്വത്തിൽ സ്ഥാപിച്ച നഗരത്തെ. അപ്പോൾ എന്തവാ? യഹോവ സ്വർഗത്തിൽ സ്ഥാപിച്ച വിശുദ്ധ നഗരമാണോ സിയോൻ എന്ന് പറയുന്നത്? യഹോവ സ്വർഗത്തിൽ സ്ഥാപിച്ച വിശുദ്ധ നഗരമാണോ സിയോൻ? വിശുദ്ധ പർവ്വതത്തിൽ, ഇറ്റ്സ് ബിൽഡ് ഓൺ ദ മൗണ്ടൻ. പർവ്വതത്തിൽ സ്ഥാപിച്ച ഒരു വിശുദ്ധ നഗരം. എന്താണ് ഇതിന്റെ പ്രത്യേകത? വേദപുസ്തകത്തിൽ ഈ സിയോൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് 2 ശമൂവേൽ പ്രവാചക പുസ്തകം 5-ാം അധ്യായം 6-7 വാക്യം. 2 ശമൂവേൽ chapter 5 verse 6 and 7. നിങ്ങൾ മനസ്സിലാക്കുക, ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്ത് മുമ്പോട്ട് വരികയാ. ഈ മുമ്പോട്ട് വരുന്ന സമയത്ത് അന്ന് ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത 7 നാടുകളിൽ എല്ലാ നാടും അവർക്ക് അവകാശമാക്കുവാൻ സാധ്യമായില്ല. ദാവീദ് ഭരിക്കുവാൻ, അഥവാ ശൗല് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും യെബൂസ്യര് ആ സ്ഥലത്ത് അവകാശം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരം അവകാശം പറഞ്ഞുകൊണ്ടിരുന്ന യെബൂസ്യ രാജാവ് ദാവീദിനോട് പറയുന്ന ഒരു വേർഡാണ്, ദാവീദ് നിന്നോട് എതിർക്കണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല പട്ടാളത്തെ ഒന്നും അങ്ങോട്ട് അയക്കേണ്ട കാര്യമില്ല. ചില കുരുടന്മാരും മുടന്തരും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മാത്രം നിന്നെ ഞങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ യെബൂസ്യ നഗരത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിക്കും. ഇറ്റ്സ് എ സ്ട്രോങ് സിറ്റി. ശക്തമായിരിക്കുന്ന ഒരു സ്ഥലം, വളരെ സുശക്തമായിരിക്കുന്ന ഒരു രീതിയിലും ഒരു ശത്രുവിനും കയറുവാൻ സാധിക്കാതെ വണ്ണം അത്രമാത്രം ശക്തമായിരിക്കുന്ന ഒരു കോട്ടയാണ് അന്ന് ഉണ്ടായിരുന്ന സിയോൻ എന്ന് പറയുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു അവിടെ? ഒന്ന് വായിച്ചാട്ട് താഴോട്ട് 6-7 വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോടാ, എന്നിട്ടും എന്നുള്ളതിന്റെ ഉറപ്പ് എന്തവാ ഉറപ്പ്? ഒരു രീതിയിലും സാധിക്കാതിരുന്നത് ദാവീദിന് സാധിച്ചു. പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടി ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അസാധ്യമെന്ന് ലോകം പറയുന്നുവോ, എന്ത് അസാധ്യമെന്ന് ശത്രു പറയുന്നുവോ, ഒരു ദൈവ പൈതലിന് അത് അസാധ്യവുമല്ല, അത് പോസിബിളാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല. വാസ്തവത്തിൽ ദൈവത്തിൽ അവൻ ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ അവൻ ചാരുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ യെബൂസ്യരുടെ കുരുടന്മാരും മുടന്തരുമുണ്ടെങ്കിൽ ദാവീദിനെ വിത്ഹോൾഡ് ചെയ്യുവാൻ, ദാവീദിനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമെന്ന് അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ, അവരുടെ ശക്തി അത്രമാത്രം വലുതായിരുന്നുവെങ്കിൽ, ആ ശക്തിയെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ദാവീദിന് സാധിച്ചു എന്നുള്ളതാണ് വിഷയം. ദാവീദ് എന്ത് ചെയ്തു? ആ സിയോൻ കോട്ട താൻ പിടിച്ചു. എന്നിട്ട് അതേ ഭാഗം താഴെ, അത് തന്നെ ദാവീദിനകം. നിങ്ങൾ ആദ്യം ഈ പ്രത്യേകമായിരിക്കുന്ന സിയോൻ പർവ്വതത്തിന് ആദ്യത്തെ പേരെന്ന് പറയുന്നത് യെബൂസ്യരുടെ സ്ഥലമെന്നാ. ഇപ്പോൾ ദാവീദ് ആ സ്ഥലം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് മാറി, അത് ദാവീദിന്റെ നഗരമായി മാറി. ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ ഓരോ പോയിന്റുകളും. അത് ദാവീദിന്റെ നഗരമായി മാറ്റപ്പെട്ടു. തുടർന്ന് എന്ത് സംഭവിച്ചു? 9-ാമത്തെ വാക്യം, അത് ദാവീദിന്റെ നഗരമായി മാറ്റപ്പെട്ടു. നോട്ട് ചെയ്താട്ടോ. 1 King chapter 8 verse 1. 1 Chronicle chapter 11 verse 5. 2 Chronicle chapter 5 verse 2. 2 Chronicle chapter 5 verse 2. ഈ ഭാഗത്തെല്ലാം നമ്മൾ കാണുന്നത് അത് ദാവീദിന്റെ നഗരമായി.
അപ്പോൾ യെബൂസ്യരുടെ സ്ഥലമായിരുന്നു. ദാവീദ് അത് പിടിച്ചെടുത്ത് ദാവീദ് തന്റെ കൊട്ടാരം അവിടെ സ്ഥാപിച്ചപ്പോൾ അത് ദാവീദിന്റെ നഗരമെന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. ഒരൽപ്പം കഴിഞ്ഞു എന്ത് സംഭവിച്ചു? വായിച്ചോട്ട് സങ്കീർത്തനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. സാംസ് 2:6. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു. 48-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. 48:2. മഹാരാജാവിന്റെ നഗരമായി. നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എന്ത് സംഭവിച്ചു. ആ 2-ാം സങ്കീർത്തനം ഒന്നുകൂടെ വായിച്ചോട്ടെ. 2-ാം സങ്കീർത്തനത്തിന്റെ Psalms 2:6. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോൻ. ഇവിടെ എന്ത് സംഭവിച്ചു? ദാവീദ് തന്റെ കൊട്ടാരം അവിടെ പണിതതിനു ശേഷം ദാവീദ് പിന്നീട് ചെയ്ത എന്തുവാ? ദൈവത്തിന്റെ ആലയം അവിടെ പണിയപ്പെടുവാനിടയായി തീർന്നു. ആ സമയം മുതൽ അതിന്റെ പേര് വീണ്ടും മാറി. ഇതിനു മുൻപ് അതിന്റെ പേര് ദാവീദിന്റെ നഗരമെന്നായിരുന്നു. ഇപ്പോൾ ആ പേരിൽ മാറ്റം വന്നു. എന്താ മാറ്റം വന്നത്? വായിച്ചോട്ട് ആ 2-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം. എന്റെ വിശുദ്ധ പർവ്വതമെന്ന് ദൈവം പറയപ്പെടുമ്പോൾ ഇപ്പോൾ അത് ആരുടെ പർവ്വതമായി മാറി? ഗാഡ് സിറ്റി. നോട്ട് ചെയ്തോ? ഗാഡ് സിറ്റി. ഞാൻ പറഞ്ഞ ആദ്യം വന്ന യെബൂസ്യരുടെ സ്ഥലമായിരുന്നു സിയോൻ. അത് ദാവീദ് പിടിച്ചടക്കി. ദാവീദ് പിടിച്ചടക്കിയപ്പോൾ അത് ദാവീദിന്റെ നഗരമായി തീർന്നു. ദാവീദ് പിന്നീട് കാലങ്ങളൊരൽപ്പം കഴിഞ്ഞപ്പോൾ അവിടെ ദേവാലയം പണിതു. ആ പണിതത് ശലോമോനാണ് പണിതത്. ശലോമോൻ പണിത ദേവാലയം പണിത സമയം മുതൽ അതെന്തായി മാറ്റപ്പെട്ടു? ദൈവത്തിന്റെ നഗരമായി മാറ്റപ്പെട്ടു. നോട്ട് ചെയ്താട്ട് വാക്യങ്ങൾ. Psalms 48:2, verse 11 and 12. Psalms 132 verse 13. Isaiah chapter 40 verse 9. Jeremiah 31 verse 12. Zechariah chapter 9 verse 13. Isaiah chapter 60 verse 14. വായിച്ചാട്ട് യെശയ്യാവ് 40:9 വായിച്ചാട്ട്. തുടർന്ന് എന്ത് സംഭവിച്ചു? സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. ഇപ്പോൾ എന്താ പറഞ്ഞു? സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് ചെല്ലുക. എന്നിട്ട് നെക്സ്റ്റ് വേർഡ് പറഞ്ഞത് സുവാർത്ത ദൂതിയായ യെരൂശലേം. അപ്പോൾ ഈ സിയോൻ ചുരുക്കത്തിൽ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഹോൾ ഇസ്രായേലൈറ്റ്സിന്റെ പേരായി തീർന്നു. ഹോൾ ഇസ്രായേലൈറ്റ്സ്. സഖറിയ 9:13. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. യെശയ്യാ ചാപ്റ്റർ 60 verse 14. ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് അത് ഹോൾ ഇസ്രായേലൈറ്റ്സിന്റെ പേരായി മാറ്റപ്പെട്ടു. റെവലേഷൻ ചാപ്റ്റർ 14 verse 1. പിന്നെ ഞാൻ സിയോൻ മലയിൽ. അപ്പോൾ ഇവിടെ എവിടെയാ നമ്മൾ കാണുന്നത്? സ്വർഗ്ഗത്തിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, പോക്ക് നിങ്ങൾ മനസ്സിലാക്കണം. സിയോൻ മല എന്ന് പറയുന്നത് യെബൂസ്യരുടെ സ്ഥലമായിരുന്നു. ആ പർവ്വതം ദാവീദ് പിടിച്ചടക്കി. ദാവീദ് തന്റെ കൊട്ടാരം അവിടെ സ്ഥാപിച്ചപ്പോൾ ദാവീദിന്റെ നഗരമായി. ഒരല്പം കഴിഞ്ഞു ശലോമോൻ അവിടെ ദേവാലയം പണിതപ്പോൾ ദൈവത്തിന്റെ നഗരമായി. ഒരല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഹോൾ ഇസ്രായേലൈറ്റ്സിനെ വിളിച്ച പേര് സിയോൻ മക്കളെ എന്നാ. അതും കഴിഞ്ഞ ഒരല്പം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു ലിറ്ററൽ ഒരു പ്ലേസ് ആയിട്ടല്ല, പിന്നെയോ ഇതൊരു സ്പിരിച്വൽ രാജ്യമായിട്ട് കാണുന്നു. സിയോൻ മലയിൽ. അപ്പോൾ ആ സിയോൻ മല എന്ന് പറയുന്ന സ്വർഗത്തിലെ സ്ഥാനമാ. അപ്പോൾ ഇത് ദൈവത്തിന്റെ നഗരമായിരുന്ന ഈ സിയോൻ മല പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്വർഗത്തിലെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് സ്വർഗത്തിലെ സ്ഥലമായി മാറ്റപ്പെട്ടു. സിയോൻ മല നമ്മൾ വായിച്ചു കാണിക്കുന്നത് എബ്രായ ലേഖനം 12:22. സിയോൻ പർവ്വതത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. യെസ്, സിയോൻ പർവ്വതത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. വായിച്ചോട്ടോ ഈ റെവലേഷൻ ചാപ്റ്റർ 21 verse 10. 9-10 വാക്യം.
ഉയർന്നൊരു വൻമലയിൽ കൂട്ടിക്കൊണ്ടു പോയി അവൻ എന്നെ യെസ് വായിച്ചോട്ടെ. വേഴ്സ് 2 രണ്ടാമത്തെ വാക്യം കൂടെ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളിവിടെ കാണുന്നത് സിയോൻ മല ഇന്ന് സ്വർഗത്തിൽ ദൈവത്തിന്റെ ഒരു സ്ഥലമായി മാറ്റപ്പെട്ടു. വിശുദ്ധ പർവ്വതമായ സിയോൻ. ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പ്രൊഫസി ചെയ്തത്. 1 Peter chapter 2 verse 6. 1 Peter chapter 2 verse 6. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ സിയോനിലിടുന്നു. അപ്പോൾ എന്തിനെ കുറിച്ച് പറയുന്നു? കർത്താവായ യേശുക്രിസ്തുവിനാൽ ഉടലെടുക്കപ്പെട്ട ഒരു സ്ഥലം നമ്മൾ കാണുന്നത്. ഇത് ലിറ്ററലി ഫൈനലി സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതെന്തായിട്ട് മാറ്റപ്പെട്ടു? ഈ സിയോൻ മല ഒരു സ്പിരിച്വൽ പ്ലേസ് ആയിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ ദൈവം വസിക്കുന്ന പർവ്വതം, ദൈവത്തിന്റെ ഇടം, അതിനെക്കുറിച്ച് പറയുന്നു. സിയോൻ പർവ്വതം എന്ന് പറയുന്നു. 2 നമ്മൾ കടന്നു വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹെവൻലി ജെറുസലേം. ഹീബ്രൂസ് ചാപ്റ്റർ 12 എബ്രായലേഖനം 12 അധ്യായം 22 വാക്യം. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം. അപ്പോൾ അവിടെ പറയുന്നു സ്വർഗീയ യെരൂശലേമിലേക്കാണ് നമ്മൾ അടുത്തു വന്നിരിക്കുന്നത്. ദി ഹെവൻലി ജെറുസലേം. അതിന് വേറെ പേരൂടെ ഉണ്ട്. ദ സിറ്റി ഓഫ് ദ ലിവിംഗ് ഗാഡ്. ജീവനുള്ള ദൈവത്തിന്റെ നഗരം. ജീവനുള്ള ദൈവത്തിന്റെ നഗരം. എന്താണ് ഈ സ്ഥലം? വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിന്റെ 2 വാക്യം. വെളിപ്പാട് 21:2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. താഴോട്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ ഈ സ്ഥലം എവിടെ ഉള്ളതാ? സ്വർഗത്തിലുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്താട്ടോ ഹെവൻലി ജെറുസലേമിന്റെ പല പേരുകൾ. 1 ദ ടാബർനാക്കിൾ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കൂടാരം. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 3. 2 ദ ഹോളി സിറ്റി, ദ സിറ്റി ഓഫ് ഗാഡ്, ജീവനുള്ള ദൈവത്തിന്റെ നഗരം, വിശുദ്ധ നഗരം. Revelation 21:2. 3 ഹെവൻലി ജെറുസലേം, സ്വർഗീയ യെരൂശലേം. Revelation 21:10. ന്യൂ ജെറുസലേം, പുതിയ യെരൂശലേം. Revelation 21:2. വേറൊരു പേരൂടെ കൊടുക്കുവാൻ സാധിക്കും. എ ലിറ്ററൽ ഹെവൻ ഓൺ എർത്ത്. ലിറ്ററൽ ഹെവൻ ഓൺ എർത്ത്. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 2 and 10. Next, it's a celestial city. Revelation 21:10. ഇതൊരു സ്പിരിച്വൽ നഗരമാണ്. ഇതൊരു സ്പിരിച്വൽ നഗരമാണ്. വായിച്ചോട്ടെ എന്താണ് വാക്യം? 22 അധ്യായം 2-3 ഭാഗം. Revelation chapter 21 verse 2. 21 verse 2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിന് അലങ്കരിച്ച മണവാട്ടിയെ പോലെ. നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ യെരൂശലേം. ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വേർഡ്. ഞാനിവിടെ അവസാനിപ്പിക്കുക. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഭർത്താവിനായിട്ട് അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടി ആരാ? ഭർത്താവ് ആരാ? കർത്താവായ യേശു. അങ്ങനെയെങ്കിൽ ഈ സിറ്റി ആരാ?
ഈ സിറ്റി ആരാ? സഭ. വായിച്ചാട്ട് റെവലേഷൻ ചാപ്റ്റർ 21. ഈ സഭയുടെ പണിയെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. വേഴ്സ് 9, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണിക്കുവാൻ പോകുന്നത് ആരെയാ? കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടി. നെക്സ്റ്റ് വേർഡ്, അവൻ എന്നെ ആത്മവിവശതയിൽ യെരുശലേം എന്ന വിശുദ്ധ നഗരം അപ്പൊ എന്ത് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാ വിളിച്ചോണ്ട് പോയേ? കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ. അപ്പോൾ കുഞ്ഞാടിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നത് ഒരു മണവാട്ടിയല്ല, പിന്നെ എന്തുവാ? യെരുശലേം എന്ന വിശുദ്ധ നഗരം. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന യെരുശലേം എന്ന വിശുദ്ധ നഗരം, ആ സിറ്റീസ് ഒരു സിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ നഗരമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, ഇതൊരു സ്പിരിച്വൽ സിറ്റിയും കൂടെ ആണെന്ന് മനസ്സിലാക്കണം. ഇത് ഒരു സ്പിരിച്വൽ സിറ്റി ആണെങ്കിലും അതിന്റെ അർത്ഥം ഇതിന് യാതൊരു അടിസ്ഥാനമില്ലെന്നല്ല. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പണിതിരിക്കുക. വായിച്ചോട്ട് വേഴ്സ്, അതിന്റെ 11ാമത്തെ വാക്യം, വേഴ്സ് 11. അതിന്റെ ജ്യോതിസ ശോഭ ഏറ്റവും വിലയേറിയതായിരിക്കുന്നത്, രത്നത്തിന് തുല്യമായിരുന്നു. ഏതിന്റെ ശോഭയാ? വിശുദ്ധ യെരുശലേം എന്ന വിശുദ്ധ നഗരം. അതാര്? സഭ. അപ്പോൾ സഭ ഇങ്ങോട്ട് മേളിൽ നിന്ന് താഴോട്ട് വരാൻ പോവുക, ഒരു സിറ്റി ആയിട്ടാണ് താഴോട്ട് വരുന്നത്. പക്ഷെങ്കിൽ ഈ താഴോട്ട് വരുന്ന സമയത്ത് അതിന്റെ ശോഭ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്നുപോലും അതിന് തുല്യപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. അത്രമാത്രം മനോഹരമായിരിക്കുന്ന ഒന്നായിട്ടാണ് ഈ താഴോട്ട് വന്നത്. എന്തൊക്കെയുണ്ട് അതിന് താഴെ? വായിച്ചിട്ട് അതിന്റെ 12ാമത്തെ വാക്യം. അപ്പൊ ഇതിനെന്തോ ഉണ്ട്? പൊക്കമുള്ളൊരു വൻമതിൽ, ഒരു വലിയ മതിലുണ്ട്. അതിന് ആ മതിലില് 12 ഗോപുരങ്ങളുണ്ട്, 12 ദൂതന്മാരുമുണ്ട്. നെക്സ്റ്റ്, ആ 12 ഗോപുരങ്ങൾ ഇസ്രായേൽ മക്കളുടെ 12 പേരുടെയും പേരുകൾ കൊത്തിയിട്ടുണ്ട്. താഴോട്ട് അതിന്റെ 14ാമത്തെ വാക്യം, വേഴ്സ് 14. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിന്മേൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാ സഭ പണിയപ്പെടുന്നത്? സഭ പണിയപ്പെടുന്നത് എങ്ങനെയാ? സഭയിൽ കർത്താവായ യേശു 5 സ്ഥാനം കൊടുത്തു. ഏതൊക്കെ? ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ച് 5-fold പൊസിഷൻ. ഈ 5-fold പൊസിഷനിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരാ? അപ്പോസ്തലന്മാര്. അപ്പോൾ ഈ 12 അപ്പോസ്തലന്മാരാണ് ഈ പുതിയ യെരുശലേം എന്നുള്ള വിശുദ്ധ നഗരത്തിന്റെ അടിസ്ഥാനം. ഇതിന് 12 ഗോപുരങ്ങൾ, ഒരു വലിയ മതിലുണ്ട്, മതിൽ 12 ഗോപുരങ്ങളുണ്ട്. ആ 12 ഗോപുരങ്ങളാണ് അബ്രഹാമിന്റെ 12 മക്കൾ, ഗോത്രപിതാക്കന്മാർ. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 2 കൂട്ടം റെപ്രസെന്റേഷനും ഇവിടെ ഉണ്ട്. ഈ പർട്ടിക്കുലർ നിങ്ങൾക്ക് ഈ പുതിയ യെരുശലേം എന്നുള്ള സ്ഥലത്തുണ്ട്. അപ്പോൾ ഇത് ലിറ്ററലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കിങ്ഡം ആണ്, ഒരു സിറ്റി ആണെന്നുള്ള സത്യമാണെങ്കിൽ തന്നെയും ഇവിടെ നമ്മൾ കാണുന്നത് മോർ ദാൻ എ സിറ്റി. ഇതാര്? ഒറ്റ രീതിയിൽ പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ജനം. അത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഉണ്ട്. ഇവരെല്ലാവരും കൂടെയാണ് എങ്ങോട്ട് വരാൻ പോകുന്നത്? ഒരു മനോഹര നഗരമായി ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്.
ആ ശോഭയാണ് പറഞ്ഞത്. എന്തുവാ അതിൻ്റെ ശോഭ? ഒരു രത്നത്തിന് പോലും അതിനെ തുല്യപ്പെടുവാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ അതിൻ്റെ പണി നിങ്ങൾ പഠിക്കുമ്പോൾ ലിറ്ററലി നിങ്ങൾ അത് ആക്ച്വലി നമ്മുടെ വിശുദ്ധന്മാരുടെ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും അതിൽ കൂടെ ദൈവം കൊടുക്കുന്ന പ്രതിഫലവുമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മതിലിൻ്റെ പണിയും അല്ലെങ്കിൽ ഈ ഹോൾ സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് മുഴുവൻ സ്പിരിച്വലി നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ഇതിനകത്തുണ്ട് എന്നുള്ളത്. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചു. അതാണ് അബ്രഹാം മുമ്പിൽ കണ്ടത്. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ഒരു നഗരം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് നിങ്ങൾ പിന്നെയും വന്നോ നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോസ്തലനായ പത്രോസ് വേറെ ഭാഗത്തിൽ പ്രകാരം പറയുന്നു, നാം ഇങ്ങനെ ഒരാത്മീയ ഗ്രഹമായി ദൈവത്തിന് പ്രസാദം കൊടുക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് എന്തായിരിക്കുന്നത്? ഒരാത്മീയ ഗ്രഹമായിരിക്കുന്നത്. ഈ ആത്മീയ ഗ്രഹമാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. ഈവൻ അതൊരു ലിറ്ററൽ കിങ്ഡം ആയിരിക്കുമ്പോൾ തന്നെ അതൊരു സ്പിരിച്വൽ, അതിന് മീനിങ് ഉണ്ട്. ഞാനും നിങ്ങളുമാണ് അതിൻ്റെ വ്യക്തികൾ ആകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, നിങ്ങൾ പലപ്പോഴും പഴയ പാട്ട്, ആ പാട്ട് ഇപ്രകാരം പറയുന്നുണ്ട്, വെൻ ക്രൈസ്റ്റ് ഷാൽ കം, നിങ്ങളുടെ വസ്ത്രങ്ങൾ വെണ്മയായി ശോഭിക്കുമോ? എന്തിനാ? ആ സ്വപുരത്തിന് വാസം ചെയ്യുവാൻ യോഗ്യമായ പാത്രമായി വെളിപ്പെടുമോ അന്നാളിൽ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭൂമിയിൽ നടക്കേണ്ട കാര്യം ഇതാ. എന്തുവാണെന്നറിയാമോ? സ്വർഗത്തിൽ പാർക്കുവാൻ തക്കവണ്ണം യോഗ്യമായ, ശോഭിക്കുവാൻ, ശോഭ വെളിപ്പെടുത്തുന്ന പാത്രങ്ങളായിട്ടാണ് വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അത് എവിടെ നടക്കണം? കർത്താവായ യേശുക്രിസ്തു വന്ന് മധ്യാകാശത്ത് വന്നിട്ട് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യമല്ല. അത് നടക്കുന്നത് എവിടെ തുടങ്ങണം? ഇപ്പോഴേ തുടങ്ങണം. ഇപ്പോഴേ ശോഭിക്കാൻ പറ്റിയില്ല എങ്കിൽ അങ്ങ് ചെല്ലുമ്പോൾ ശോഭിക്കാൻ പറ്റത്തില്ല, അങ്ങോട്ട് എടുക്കപ്പെടാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാലങ്ങൾ നമുക്ക് ശോഭിക്കുവാനുള്ള കാലങ്ങളാണ്. നിങ്ങൾക്കറിയാം, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലോകത്തിന് സംഭവം വെളിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം, ദൈവമക്കൾ ഭോഷരായി തീരരുത്. ഏത് മൊമെന്റും കർത്താവ് കടന്നു വരും. ലോകം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം സംഭവിക്കുന്നതിന് മുമ്പ് എൻ്റെ അരുമനാഥൻ വരേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ലോകം പറയുന്ന 2012 ലോകം അവസാനിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല BTH ഒക്കെ തീർക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, അതിനു മുമ്പ് അവൻ്റെ വരവേണ്ടി ഒരുക്കപ്പെടേണ്ടതും എടുക്കപ്പെടേണ്ടതും ആവശ്യമെന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ പരിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചുകൊണ്ട്